Good morning, my dear students. Today we are discussing about the topic Linux kill command. നമ്മൾ ഓൾറെഡി പ്രോസസ് ഷെഡ്യൂളിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 3 കമാൻഡ്സ് ഡിസ്കസ് ചെയ്തു. അറ്റ് കമാൻഡ്, ടച്ച് കമാൻഡ് ആൻഡ് നോ ഹബ് കമാൻഡ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കമാൻഡാണ് കിൽ കമാൻഡ് എന്ന് പറയുന്നത്. ദി മോസ്റ്റ് കോമൺ കമാൻഡ് ടു ടെർമിനേറ്റ് എ പ്രോസസ് ഇസ് കിൽ കമാൻഡ്. യു നീഡ് ടു നോ ദി PID ഓഫ് ദി പ്രോസസ് യു വാണ്ട് ടു ടെർമിനേറ്റ്. അപ്പോൾ ഈ കിൽ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ കിൽ കമാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് നോ ടു ദി പ്രോസസ് ID ഓഫ് ദാറ്റ് പ്രോസസ്സ്. അതായത് ഏത് പ്രോസസ്സിനെയാണോ നമ്മൾ കില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോസസ്സിൻ്റെ PID നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ PID നമുക്ക് കിട്ടുന്നത്? നമ്മളൊരു കമാൻഡ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, PS-F എന്ന് പറയുന്ന കമാൻഡ്. ആ കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോസസ്സും പ്രോസസ്സിൻ്റെ IDസും ചൈൽഡ് പ്രോസസ്സിൻ്റെ IDയും എല്ലാം നമുക്ക് കിട്ടും, ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് പ്രോസസ് ID കിട്ടാവുന്നതാണ്. ഓക്കെ, കിൽ കമാൻഡ് സെൻഡ് സിഗ്നൽ ടു ദി സ്പെസിഫൈഡ് പ്രോസസ്. For sending signal, either signal name or signal number can be used. Kill command എന്താണ് ചെയ്യുന്നത്? സിഗ്നൽസ് ആ സ്പെസിഫൈഡ് പ്രോസസ്സിലേക്ക് സെൻഡ് ചെയ്യാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ഈ കിൽ കമാൻഡിൻ്റെ കൂടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് സിഗ്നലിൻ്റെ നെയിം ആയിട്ടോ അല്ലെങ്കിൽ സിഗ്നലിന് ഓരോ നമ്പറും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ നമ്പർ വഴി നമുക്ക് ഈ കിൽ കമാൻഡിൽ കൂടെ സിഗ്നലിനെ പാസ് ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, ഈ കിൽ കമാൻഡിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കിൽ -സിഗ്നൽ PID എന്നാണ്. ഈ -സിഗ്നൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏത് സിഗ്നൽസ് ആണോ നമ്മൾ ഒരു പ്രോസസ്സിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് അത് ആ സിഗ്നലിൻ്റെ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ നെയിമോ ഇവിടെ പാസ് ചെയ്ത് വിടാവുന്നത് ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽ നെയിംസും നമ്പറും അതിൻ്റെ യൂസേജുമാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യമേ സൈൻ NULL, അതായത് നിങ്ങൾ സൈൻ അപ്പ്, സൈൻ ഇൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ സിഗ്നലിൻ്റെ SIGN ULL അതാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, സിഗ്നൽ നമ്പർ യൂസ് ചെയ്യുന്നത് 0 ആണ്. എന്തിനാണെന്ന് വെച്ചാൽ ചെക്ക് ആക്സസ് ടു PID, ആ പർട്ടിക്കുലർ പ്രോസസ് IDനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈൻ ULL എന്ന് പറയുന്ന സിഗ്നൽ നെയിം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിഗ്നൽ നെയിമാണ് സൈൻ അപ്പ്, അതിൻ്റെ നമ്പർ 1 ആണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രോസസ്സിനെ ഹാങ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈൻ അപ്പ് എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ SIG എന്നാണ് ഇത് വായിക്കുക, SIGINT. ഇതിൻ്റെ സിഗ്നൽ നമ്പർ 2 ആണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. തടസ്സം, ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ഇൻട്രപ്റ്റ് വരുത്തണമെങ്കിൽ നമുക്ക് ഈ സിഗ്നൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഈ സിഗ്നൽ നമ്പർ യൂസ് ചെയ്യാം. അടുത്തത് ക്വിറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നും ക്വിറ്റ് ആകണമെങ്കിൽ ഈ സിഗ്നൽ നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് കിൽ, അതായത് ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. 9 എന്ന് പറയുന്ന സിഗ്നൽ നമ്പറാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സിനെ കിൽ ചെയ്യാൻ വേണ്ടിയാണ്, പെർമനൻ്റ് ആയിട്ട് കിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ കിൽ എന്ന് പറയുന്ന സിഗ്നൽ നെയിം അല്ലെങ്കിൽ സിഗ്നൽ നമ്പറായ 9ഉം നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ടേം, അതിൻ്റെ സിഗ്നൽ നമ്പർ 15 ആണ്. ഒരു പ്രോസസ്സിനെ പെർമനൻ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിഗ്നൽ നമ്പർ യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റോപ്പ്, 24 ആണ് നമ്പർ, പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അടുത്തത് STP, 25 ആണ് നമ്പർ, സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിഗ്നൽ നമ്പർ യൂസ് ചെയ്യുന്നത്. അടുത്തത് CONT, 26, ഇത് കണ്ടിന്യൂ എ സ്റ്റോപ്പ്ഡ് പ്രോസസ്സ്. സ്റ്റോപ്പ് ചെയ്ത 25 എന്ന് പറയുന്ന സിഗ്നൽ നമ്പർ വെച്ച് സ്റ്റോപ്പ് ചെയ്ത പ്രോസസ്സിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, അതിന് ആ പ്രോസസ്സിൻ്റെ കണ്ടിന്യൂ എ സ്റ്റോപ്പ്ഡ് പ്രോസസ്സ്, സ്റ്റോപ്പ് ചെയ്ത ഒരു പ്രോസസ്സ് വീണ്ടും അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 26 എന്ന് പറയുന്ന സിഗ്നൽ നമ്പർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ സിഗ്നൽ നമ്പർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കിൽ -സിഗ്നൽ PID എന്നാണ് നമ്മുടെ സിൻടാക്സ്. ഈ സിഗ്നൽ എന്ന് പറയുന്ന ഇവിടെ ഈ സ്പെസിഫൈ ചെയ്ത സ്പേസിൻ്റെ അകത്ത്, അതായത് ഹൈഫൻ കഴിഞ്ഞ് ഒന്നെങ്കിൽ നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ നെയിമോ അതല്ലെങ്കിൽ ഒരു സിഗ്നൽ നമ്പറോ പാസ് ചെയ്യാം. എക്സാമ്പിൾ കിൽ -9 PID എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്തിനാണ് നമ്മൾ 9 എന്ന് പറയുന്ന സിഗ്നൽ നമ്പർ യൂസ് ചെയ്യുന്നത്? ആ പ്രോസസ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ കിൽ -3 PID എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്വിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്തത് കിൽ -25 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ എക്സിക്യൂഷൻസ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിഗ്നൽ യൂസ് ചെയ്യുന്നത്.
To list signal names, to see a list of signal name in your system, following command can be used. നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ സിഗ്നൽസുകളാണ്, ഇതുപോലുള്ള ഏതൊക്കെ സിഗ്നൽസ് ആണ് ഉള്ളത് എന്ന് കാണാൻ വേണ്ടി kill-l എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ടു കിൽ എ പ്രോസസ് ഹാവിംഗ് PID 2408 യൂസ് ഫോളോയിങ് കമാൻഡ് kill-9 2408. -9 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്രോസസ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലിനക്സ് കിൽ ഓൾ എന്ന് പറയുന്ന ഒരു കമാൻഡും ഉണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ കിൽ ഓൾ കമാൻഡ് നീഡ് ദി പ്രോസസ് നെയിം ഇൻസ്റ്റെഡ് ഓഫ് PID. ഇവിടെ PIDക്ക് പകരം ഈ കിൽ ഓൾ കമാൻഡ് എന്താണ് ആവശ്യപ്പെടുന്നത്? പ്രോസസ്സിൻ്റെ നെയിമാണ് ആവശ്യപ്പെടുന്നത്. ഇറ്റ് കിൽ ഓൾ ദി പ്രോസസ് വിത്ത് ദി സ്പെസിഫൈഡ് നെയിം ഇൻ ദി സിസ്റ്റം. ഇതെന്താ ചെയ്യുന്നത്? എല്ലാ പ്രോസസ്സിനെയും നമ്മൾ ഏത് നെയിമിലാണോ പറഞ്ഞിരിക്കുന്നത് ആ നെയിമിലുള്ള എല്ലാ പ്രോസസ്സിനെയും ഇവിടെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിൻടാക്സ് കിൽ ഓൾ സിഗ്നൽ നെയിം ഓർ ഓപ്ഷൻ നെയിം. അതായത് ഇവിടെ നമുക്ക് സിഗ്നൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ലോ ഉണ്ടോ? ഒന്നെങ്കിൽ ഇവിടെ സിഗ്നൽ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ സിഗ്നലിൻ്റെ നമ്പർ കൊടുക്കാം. ദെൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ പ്രോസസ്സിൻ്റെ ID ആണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് കിൽ ഓൾ -9 2408 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ആ പ്രോസസ്സിൻ്റെ നെയിമാണ് വേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ കിൽ കമാൻഡ് കൊടുക്കുന്നത്? കിൽ ഓൾ -9 2408 പകരം നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ആ 248 എന്ന് പറയുന്ന പ്രോസസ് ഐഡിയിലുള്ള ഏത് പ്രോസസ്സാണോ അതിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ റൂട്ട് എന്ന് പറയുന്ന നെയിമാണ് ഈ 2408 ഉള്ളത് എങ്കിൽ എന്താണ്? കിൽ ഓൾ -9 റൂട്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ റൂട്ട് എന്ന് പറയുന്ന പേരിലുള്ള എല്ലാ പ്രോസസ്സിനെയും കില്ല് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ കിൽ കമാൻഡ് യൂസ് ചെയ്യുമ്പം kill-9 2408 എന്ന് പറയുന്നത് പ്രോസസ് ID ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. 2408 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ പ്രോസസ് നെയിം. ഒരു പ്രോസസ് നെയിം പ്രോസസ് ID ആണ് ഇത്. ഓക്കെ, പ്രോസസ് ID ആണ് 2408 എന്ന് പറയുന്നത്. ഇവിടെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എന്ന് പറയുന്നത് പ്രോസസ്സിൻ്റെ നെയിം ആണ്. അപ്പം കിൽ ഓൾ കമാൻഡിൽ നമുക്ക് വേണ്ടത് പ്രോസസ്സിൻ്റെ നെയിമും കിൽ കമാൻഡിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് പ്രോസസ്സിൻ്റെ IDയുമാണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തതാണ് ഹൂ കമാൻഡ്. ദി ഹൂ കമാൻഡ് ഗിവ് ദി ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് ലോഗ്ഡ് ഓൺ ദി സിസ്റ്റം. അതായത് ആ സിസ്റ്റത്തിൽ ഏതൊക്കെ യൂസേഴ്സാണോ ലോഗ് ചെയ്തിരിക്കുന്നത് അവരുടെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഹൂ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് സിൻടാക്സ് ജസ്റ്റ് ഹൂ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ യൂസേഴ്സാണ് കയറിയിരിക്കുന്നത് എന്നുള്ളത്. ഏത് ടൈം വിത്ത് ടൈമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹൂ ആം ഐ എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്. ദിസ് കമാൻഡ് ഡിസ്പ്ലേ ദി ഇൻഫർമേഷൻസ് അബൌട്ട് കറണ്ട് യൂസേഴ്സ് ഉള്ളി. ഇപ്പോഴുള്ള യൂസേഴ്സ് ആരാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അവരുടെ ഇൻഫർമേഷനാണ് ഹൂ ആം ഐ എന്ന് പറയുന്ന കമാൻഡ് വഴി നമുക്ക് കിട്ടുന്നത്. ഹൂ കമാൻഡ് വഴി ആരൊക്കെയാണോ ലോഗ് ചെയ്യുന്നത് അവരുടെ ഇൻഫർമേഷൻസ് ഫുള്ള് കിട്ടും. ഇത് ഹൂ ആം ഐ എന്ന് വെച്ചാൽ ഇപ്പോൾ ആരാണോ കറണ്ടായിട്ട് യൂസർ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ യൂസറിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഹൂ കമാൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 2 യൂസേഴ്സ് ഉണ്ട്. TTY7 PTS/0 ഈ 2 യൂസേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഹൂ ആം ഐ കമാൻഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് യൂസറാണ് കറണ്ടായിട്ട് ആ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? PTS/O എന്ന് പറയുന്ന യൂസറാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലിനക്സ് ഫൈൻഡ് കമാൻഡ്. അടുത്തൊരു കമാൻഡാണ് ഫൈൻഡ് എന്ന് പറയുന്നത്. ദി ഫൈൻഡ് കമാൻഡ് ഹെൽപ്പ് us ടു ഫൈൻഡ് എ പർട്ടിക്കുലർ ഫയൽ വിത്തിൻ എ ഡയറക്ടറി. ഒരു ഡയറക്ടറിക്കകത്തുള്ള ഒരു പർട്ടിക്കുലർ ഫയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ലിസ്റ്റ് ഓഫ് ഫയൽസ് ഫോർ ദി വേരിയസ് കണ്ടീഷൻസ് ലൈക്ക് പെർമിഷൻ, യൂസർ ഓണർഷിപ്പ്, മോഡിഫിക്കേഷൻ, ഡേറ്റ്, ടൈം, സൈസ് ആൻഡ് മോഡ്. അതായത് നമ്മുടെ ഡയറക്ടറിയിൽ ചില ഫയൽസുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ സിക്കകത്തുള്ള ചില ഫയൽസുകൾ പ്രോഗ്രാം ഫയൽസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് അഡ്മിന് മാത്രമായിരിക്കും ചിലപ്പോൾ അത് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. അതാണ് പെർമിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ഫയൽസ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതാണ് ഈ പെർമിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏത് യൂസർ ഓണർഷിപ്പിലാണോ ഉള്ളത്, സാധാരണ ഒരു അഡ്മിൻ്റെ ഓണർഷിപ്പിലാണോ നോർമൽ യൂസറിൻ്റെ ഓണർഷിപ്പിലാണോ ഉള്ളത്, ദെൻ ആ ഫയൽ മോഡിഫിക്കേഷൻ ചെയ്ത ഡേറ്റ്, ടൈം, ആ ഫയലിൻ്റെ സൈസ് എക്സെട്ര തുടങ്ങിയ ഇൻഫർമേഷൻസ് മൊത്തം
മൊത്തം ഏത് വഴി കിട്ടും? നമുക്ക് ഈ ഫൈൻഡ് കമാൻഡ് വഴി കിട്ടും. അപ്പോൾ ഒരു ഡയറക്ടറിയിലുള്ള പർട്ടിക്കുലർ ഫയൽസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് ഫൈൻഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഇതാണ്: ഫൈൻഡ്, ലൊക്കേഷൻ, കമ്പാരിസൺ ക്രൈറ്റീരിയ, സെർച്ച് ടേം. അതായത് നമ്മളിവിടെ ഫൈൻഡ് കൊടുക്കുമ്പോൾ ഫൈൻഡിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. ഏത് കമ്പാരിസൺ ക്രൈറ്റീരിയ, ഫോർ എക്സാമ്പിൾ .exe ഫയലാണ് എനിക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ .txt, .doc തുടങ്ങിയ അങ്ങനെ എക്സ്റ്റൻഷൻസ് ഏത് ക്രൈറ്റീരിയയിലുള്ള ഫയലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ എക്സ്റ്റൻഷൻസ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദി ഫോളോയിങ് സിമ്പിൾസ് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ ദി ഡയറക്ടറി. ഡയറക്ടറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് സിമ്പിൾ ആണെങ്കിൽ ഫോർ കറണ്ട് ഡയറക്ടറി നെയിമും, സ്ലാഷ് ആണെങ്കിൽ ഫോർ ദ റൂട്ട് ഡയറക്ടറി. അപ്പം ഡോട്ട് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഡയറക്ടറിയുടെ നെയിമാണ് ഉദ്ദേശിക്കുന്നത്, സ്ലാഷ് ആണെങ്കിൽ റൂട്ട് ഡയറക്ടറിയുടെ നെയിമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ഫയൽസ് ബൈ നെയിം. എനിക്കിപ്പം നെയിം ഇപ്പോൾ .txtയിൽ എൻഡ് ചെയ്യുന്ന നെയിംസ്, അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഫൈൻഡ് ഫയൽസ് ബൈ നെയിം. ഫോർ എക്സാമ്പിൾ ഞാൻ സി എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഒരു ഫയൽ, ഒന്നോ അതിലധികമോ ഫയൽസ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മൊഡ്യൂൾ 2-ൽ നമ്മൾ സാധാരണ സെർച്ച് കൊടുക്കാറില്ലേ, ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ലേ, എന്താ എൻ്റെ അർത്ഥം? ആ ഫോൾഡറിൽ ഇൻറ്റേർണൽ എന്ന് പറയുന്ന ഇൻറ്റേർണൽ മാർക്സിൽ ഉള്ള ഏതെങ്കിലും എത്ര ഫയൽസ് ഉണ്ടോ അത് മുഴുവൻ എനിക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഫോർ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഫയൽസ് ബൈ ടൈപ്പ്. .txt ഫയൽ, .word ഫയൽ, .jpg ഫയൽസ് തുടങ്ങിയ ഫയൽസ്. അപ്പോൾ ഏത് ടൈപ്പ് ഫയൽസ് നമുക്ക് രണ്ട് രീതിയിൽ ഇതിൽ സെർച്ച് നടത്താം. നെയിം വെച്ചും സെർച്ച് നടത്താം, ടൈപ്പ് വെച്ചും സെർച്ച് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ഫയൽസ് ബൈ നെയിം. വി ക്യാൻ സെർച്ച് ഓൾ ദി ഫയൽസ് എൻഡിങ് വിത്ത് ദി എക്സ്റ്റൻഷൻ .txt. ടു ഡു സോ എക്സിക്യൂട്ട് ദി ബിലോ കമാൻഡ്. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് find -name വിത്തിൻ ഡബിൾ കോഡ്സിൽ star.txt എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. ഇവിടെ എൻഡ് ചെയ്യുന്ന കമാൻഡ്സ് ഏതാണ്? .txtയിൽ എൻഡ് ചെയ്യുന്ന എല്ലാ ഫയൽസുകളുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾ ഫയൽസ് എൻഡിങ് വിത്ത് .txt, അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. ഫൈൻഡിങ് ദി ഫയൽസ് ബൈ ടൈപ്പ്. ടൈപ്പ് പാരാമീറ്റർ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദി ഫയൽ ടൈപ്പ്. ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ F ആണെങ്കിൽ ഫയൽ, D ആണെങ്കിൽ ഡയറക്ടറി, L ആണെങ്കിൽ സിംബോളിക് ലിങ്ക്, C ആണെങ്കിൽ ക്യാരക്ടർ ഡിവൈസ്, B ആണെങ്കിൽ ബ്ലോക്ക് ഡിവൈസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. FDLCB എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നെയിം വെച്ച് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ വെച്ചു ഫൈൻഡ് ഫയൽസ് ബൈ നെയിം. അതുകൊണ്ടാണ് നമ്മുടെ സിൻടാക്സിൽ എങ്ങനെ കൊടുക്കണം? ഫൈൻഡ് ഹൈഫൻ എന്താണ് കൊടുക്കുന്നത്? ഫൈൻഡ് .-name വിത്തിൻ ഡബിൾ കോഡ്സിൽ x.txt. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഫൈൻഡ് .-name വിത്തിൻ ഡബിൾ കോഡ്സ് x.txt. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? .txtയിൽ അവസാനിക്കുന്ന എല്ലാ ഫയൽസും നെയിം .txtയിൽ അവസാനിക്കുന്ന എല്ലാ ഫയൽസിൻ്റെയും നെയിം എനിക്ക് കാണണം. ഓക്കെ, അതാണ് നോക്കുക. ഇവിടെ എല്ലാം അവസാനിക്കുന്ന ഏതിലാണ്? .txtയിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ നെയിംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ./linux ഇൻഡെക്സ്. ഈ സ്ലാഷ് എന്താണ് മനസ്സിലാക്കുക? സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് റൂട്ട് ഡയറക്ടറി എന്നാണ് അർത്ഥം. റൂട്ട് ഡയറക്ടറി. ഓക്കെ, റൂട്ട് ഡയറക്ടറി എന്നാണ് സ്ലാഷ് എന്ന് സിമ്പിളിൻ്റെ അർത്ഥം ഈ കേസിൽ. ഓക്കെ, ഫൈൻഡ് .-name .star.txt എന്ന് പറഞ്ഞാൽ .txtയിൽ അവസാനിക്കുന്ന എല്ലാ ഫയൽസിൻ്റെ നെയിം. ഓക്കെ, അടുത്തതാണ് ടൈപ്പ്. അപ്പോൾ നമ്മളിവിടെ എന്തായിരിക്കണം സിൻടാക്സ് യൂസ് ചെയ്യുന്നത്? ഫൈൻഡ് ടൈപ്പ് എന്നായിരിക്കണം വരേണ്ട. ഫൈൻഡ്.-type D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടറി. -name വിത്തിൻ ഡബിൾ കോഡ്സ് star.bak. BAK എന്ന് പറഞ്ഞാൽ എന്താണ്? TXT എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽ. .bak എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ഫയൽസ് ആണ്. ബാക്കപ്പ് ഫയൽസിൽ, അതായത് .bakയിൽ അവസാനിക്കുന്ന എല്ലാ ഫയൽസിൻ്റെ നെയിം ഏതാണ്? എല്ലാ ഡയറക്ടറി. D എന്ന് വെച്ചാൽ ഡയറക്ടറി. .bakയിൽ അവസാനിക്കുന്ന എല്ലാ ഡയറക്ടറിയുടെ നെയിംസ് ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ്
ടൈപ്പ് ഡി എന്ന് വെച്ചാൽ ഡയറക്ടറിയുടെ നെയിം എന്തിലാണ് അവസാനിക്കുന്നത് .bakൽ. നോക്കാം, സ്ലാഷിലാണ് ഇവിടെ തുടങ്ങുന്നത്. സോ ഇറ്റ് ഈസ് എ ഡയറക്ടറി. ഈ ഡയറക്ടറിക്കകത്ത് hello.bak എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ഉണ്ട്. കൂടാതെ /exam.bak എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ഫയൽസും ഉണ്ട്. ഫ്രം ദി എബോവ് ഔട്ട്പുട്ട് ഇത് കമാൻഡ് ഫൈൻഡ് ടൈപ്പ് ഡി നെയിം വിത്തിൻ ഡബിൾ കോഡ് star.bak ഈസ് ഡിസ്പ്ലേയിങ് ഓൾ ദി ഡയറക്ടറീസ് എൻഡിങ് വിത്ത് .bak എന്ന് വെച്ചാൽ ബാക്കപ്പ്. എല്ലാ ഫയൽസും ഡിസ്പ്ലേ ചെയ്യുന്നു, ഡയറക്ടറിയും ഡിസ്പ്ലേ ചെയ്യുന്നു എൻഡിങ് വിത്ത് .bak. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈൻഡ് കമാൻഡ് എന്ന് പറയുന്നത്.